മാക്രോ എക്കണോമിക്സിന്റെ ചാപ്റ്റർ 2 നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ്ലി 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അണ്ടർ എ സിമ്പിൾ എക്കണോമി അല്ലെങ്കിൽ 2 സെക്ടർ എക്കണോമി. ഒരു 2 സെക്ടർ എക്കണോമിയാണ് സിമ്പിൾ എക്കണോമി എന്ന് വിളിക്കുന്നത്. അവിടുത്തെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഒരു ഡയഗ്രമാണ് നിങ്ങൾക്ക് പിക്ചറിലുള്ളത്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം കണ്ടുപിടിക്കാനായിട്ട് രണ്ട് സെക്ടേഴ്സ് ആണുള്ളത്, ഫേമും ഹൗസ് ഹോൾഡും. ഹൗസ് ഹോൾഡ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഓണേഴ്സ്. ഈ ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ നിന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്, ഫാക്ടർ സർവീസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എവിടേക്ക് മൂവ് ചെയ്യുന്നു? ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ നിന്ന് ഫേമിലേക്ക് മൂവ് ചെയ്യുന്നു. ഫേം അത് യൂസ് ചെയ്ത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫേമിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസ് ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നു. ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പേയ്മെന്റ് ആര് ചെയ്യുന്നു? ഹൗസ് ഹോൾഡ് ചെയ്യുന്നു. അതിനു മുന്നേ ആയിട്ട് ഫേം എന്ത് ചെയ്യുന്നു? ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഫാക്ടർ പേയ്മെന്റുകൾ ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. ആദ്യം എന്ത് സംഭവിച്ചു? ഫാക്ടർ സർവീസസ് ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് പോയി. ദെൻ അത് യൂസ് ചെയ്ത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്ത് ഗുഡ്സ് ആൻഡ് സർവീസ് എവിടെ നിന്ന് പോയി? ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പോയി. ഹൗസ് ഹോൾഡിന് എന്ത് കിട്ടി? ഫേമിന്റെ ഫാക്ടർ പേയ്മെന്റുകൾ കിട്ടി. അത് പിന്നെന്ത് സംഭവിക്കുന്നു? യൂസ് ചെയ്ത് അവർ വാങ്ങിയ ഗുഡ്സ് ആൻഡ് സർവീസിന്, ഹൗസ് ഹോൾഡ് അറ്റ് ലാസ്റ്റ് എന്ത് പേ ചെയ്യുന്നു? ഫേമിന് ആ ഒരു പേയ്മെന്റ് ചെയ്യുന്നു. ഓക്കെ, കൺസ്ട്രക്ഷൻ എക്സ്പെൻഡിച്ചർ പേ ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് 4 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഫാക്ടർ സർവീസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് പോകുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മൂവ്മെന്റ്, ഫാക്ടർ പേയ്മെന്റിന്റെ മൂവ്മെന്റ്, കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിന്റെ മൂവ്മെന്റ്. ഇതിനകത്ത് റിയൽ ഫ്ലോ ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ മൂവ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മൂവ്മെന്റുമാണ് റിയൽ ഫ്ലോ. മണി ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സ്പെൻഡിങ്ങും ഫാക്ടർ പേയ്മെന്റുമാണ് മണി ഫ്ലോ ആയിട്ട് ഉള്ളത്. ഈ ഒരു ഡയഗ്രാം വരയ്ക്കാനായിട്ട് എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോകണം.